ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഹരിഹരനാണ് കേട്ടോ പാലക്കാട് നിന്ന്. അപ്പോൾ നമ്മൾ പുതിയ കിച്ചൺ വർക്ക് വീട് ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കിച്ചൺ അക്രലിക്കിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഹൈ ഗ്ലോസി ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്ത്. പിന്നെ അവർക്ക് ഇത് കണ്ടപ്പോൾ ഇതിൽ വേണമെന്നൊരു ഇത്, അപ്പോൾ ശരി നമുക്കെന്നാൽ പിന്നെ അക്രലിക്ക് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അക്രലിക്ക് എന്തായാലും ഒട്ടിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വേണ്ടി ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അക്രലിക്ക് ഒട്ടിക്കുന്ന പശകളാണ് അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1.5 mm ഗ്ലാസ് അക്രലിക്കാണ് അഡ്വാൻസിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരുപാട് ബഡ്ജറ്റിലേക്ക് പോകണ്ട, എന്നാൽ തീരെ മോശമല്ലാത്തൊരു ക്വാളിറ്റിയിലുള്ള എടുത്താൽ മതി കൊണ്ടാണ് ഇത്. ഏകദേശം നമുക്ക് ഒരു ഷീറ്റ് 5000 റുപ്യ വരുന്നുണ്ട് കേട്ടോ, 8x4 ഷീറ്റ്. അപ്പോൾ ഒരു ക്രീം കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫിനിഷിങ് പിന്നെ നിങ്ങൾക്ക് പറയണ്ട, നമുക്ക് എല്ലാവർക്കും കാർപ്പൻറ്റേഴ്സിനെല്ലാം അറിയാം ഡാർ ഫിനിഷിംഗ് ആണ്. പക്ഷെ നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്ന ഗ്ലൂ അത് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഈ ഫിനിഷിംഗ് ഏരിയൻ്റെ ബാക്കിൽ എന്തായാലും ഒരു കോട്ടിംഗ് ആണ്, മെർക്കുറി കോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ആ കോട്ടിങ് ഓരോ കമ്പനിക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള പശകൾ ഇടുമ്പോൾ അതിൽ എന്തായാലും പ്രശ്നം വരും. അപ്പോൾ ഹീറ്റെക്സ് പോലെയുള്ള അല്ലെങ്കിൽ SR പോലെയുള്ള പശകൾ, അല്ലെങ്കിൽ നമ്മൾ ഈസി സ്പ്രേ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഈസി സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് മെൽട്ടായിട്ട് ആ ബാക്കിലെ മെർക്കുറിക്ക് പ്രശ്നം വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ പുറകിലുള്ള കോട്ടിങ്ങിന് എന്തായാലും പ്രശ്നം വരും. അതേപോലെ തന്നെ ഹീറ്റെക്സ് നമ്മൾ ഇടുമ്പോഴും പെട്രോളിയം ബേസ്ഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇടുമ്പോൾ അതെന്തായാലും ഹീറ്റാവും. നമ്മൾ ആ വലിയ ഉണങ്ങിയ ഡ്രൈ ആയ സ്ഥലത്ത് ഒന്നുകൂടി വലിക്കുമ്പോൾ ഈ കോട്ടിങ് ഇളകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജീവൻ ചോറിൻ്റെ എക്സ്ട്രാ പറഞ്ഞ ഒരു ഗ്ലൂ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ട്രൂ ഗ്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ റഹാവിൻ്റെയൊക്കെ ഉണ്ട്. റഹാവിൻ്റെ ഇത്തിരി നല്ല പശയാണ്, നല്ല വിലയാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഈ സാധനത്തിന് അക്രലിക്കിന് വേണ്ടിയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ട്, അപ്പോൾ അതൊക്കെ മാനുവലായിട്ട് ചെയ്യാണ്ട്. ഡോറൊക്കെ ഞാൻ കൂടുതലും കമ്പനി കൊടുത്ത് പ്രസ് ചെയ്ത് എഡ്ജ് ബാൻഡിങ് ഒക്കെ ചെയ്തിട്ടേ വരും. കാരണം നമ്മുടെ വർക്കിന് മൊത്തത്തിൽ ഒരു സ്റ്റാൻഡേർഡ് നല്ലൊരു ഫിനിഷിങ് കിട്ടണം എന്നുള്ള രീതിയിലാണ് വർക്ക്. കാർക്കേസ് കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഇവിടെ തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഡോറിൽ ഷട്ടേഴ്സിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. കാരണം നമുക്ക് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു നല്ല ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ചെയ്യുന്ന ആ ഫിനിഷിങ് തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഇടുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെന്താ പറയുന്നത്, ആ ഒരു ലൈൻ അല്ലെങ്കിൽ സ്പാറ്റുലയിൽ ശരിക്കൊരു ഗ്രിപ്പ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴാണ് അത് ശരിക്കും ഒട്ടുക. പിന്നെ മാസ്കിൻ ടൈപ്പ് നമ്മൾ മസ്റ്റായിട്ട് അത് ചെയ്യണം, കറക്റ്റായിട്ട് അടുക്കി വെക്കണം. ഒരിക്കലും ചാരി വെക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അത് ഏത് പശയാണെങ്കിലും ശരി 2 സൈഡ് ഇടുക, കറക്റ്റായിട്ട് നിലത്ത് തന്നെ കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെച്ചാലും കുഴപ്പമില്ല. ഇപ്പം നിങ്ങളിത് പശയിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ മാസ്കിൻ ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അടുക്കി വെക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലൈ വെച്ചിരിക്കുന്നത് ഞാൻ ട്രോജനാണ് കേട്ടോ അത് ഉപയോഗിക്കുന്നത്, 710 ട്രോജനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാ പ്ലൈയിലും നമുക്ക് സീലുണ്ടാവും, അവരുടെ കമ്പനി സീല് ഉണ്ടാവും. ആ ഇങ്ക് ചിലപ്പോൾ നമ്മൾ കുറച്ച് വില കുറഞ്ഞ പ്ലൈയിലൊന്നും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇങ്ക് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ പെട്രോളിയം ബേസ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള പശകൾ, ഹീറ്റെക്സ് പോലുള്ള ഈസി സ്പ്രേ പോലെയുള്ള പശകളൊക്കെ ഇതിൽ അടിക്കുമ്പോൾ ആ കോട്ടിങ്ങും കൂടി ഇളകിയിട്ട് ആ ഇങ്കും കൂടെ ഇളകിയിട്ട് ലൈറ്റ് കളറുകൾ, വൈറ്റ്, അതേപോലെ ഗ്രേ, കുറച്ച് ലൈറ്റ് കളറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ വിസിബിൾ ആകാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഹീറ്റെക്സ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് പണി കിട്ടിയാണ്. മിറർ ടൈപ്പ് അക്രിലിക് ഉണ്ടല്ലോ, അത് എല്ലാ വർക്കും കഴിഞ്ഞിട്ട് നമ്മൾ സൈറ്റിൽ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പീലിംഗ് സ്റ്റിക്കർ അങ്ങോട്ട് വലിച്ച് കഴിയുമ്പോൾ ഫുള്ള് പുറകിൽ സ്ക്രാച്ചാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കമ്പനിയിൽ പ്രസ് ചെയ്യാൻ കൊടുത്താണ്, അവർക്ക് അക്രിലിക് അങ്ങനെ ഉപയോഗിച്ചവർ നോക്കിയിട്ടില്ല. അവർ ഹീറ്റെക്സ് വലിച്ചവിടെ തന്നെ വലിച്ച് എല്ലാം സീറ്റിംഗ് ആക്കി ഒട്ടിച്ചിട്ട് റീകട്ടിങ് ഒക്കെ ചെയ്ത് തന്നു. പക്ഷേ നമുക്ക് അതിൻ്റെ മുകളിൽ പ്രൊട്ടക്ഷൻ ഫിലിം ഉണ്ടല്ലോ, ആ ഫിലിം ഉള്ളതുകൊണ്ട് നമ്മളും അറിഞ്ഞിട്ടില്ല. നമ്മളെല്ലാം കഴിഞ്ഞ് 2 ദിവസം മുമ്പ് ഇന്നാഗ്രേഷൻ അങ്ങോട്ട് എടുക്കുമ്പോഴാണ് ഈ സംഭവം എല്ലാം വിസിബിൾ. ഇതാണല്ലോ ഈ സീലൊക്കെ പെട്രോളിയം പ്രൊഡക്റ്റ് ആയിട്ടുള്ള പശ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ആ ഹീറ്റായിട്ട് അതെങ്ങനെ മെൽട്ടാവും. നമ്മൾ അമർത്തി ഒട്ടിച്ചിട്ട് നമ്മളെന്തായാലും തുടയ്ക്കുമല്ലോ, ആ സാധനമൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സ്റ്റാർ ആ ഇങ്കിൻ്റെ അത് അങ്ങനെ വിസിബിളായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഗ്ലാസ് അക്രിലിക്കാണ് എടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് അക്രിലിക് ഉണ്ട്, ഗ്ലാസ് അക്രിലിക് ഉണ്ട്. കട്ടിങ്ങിന് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് തന്നെ വേണം. അതേപോലെ തന്നെ കട്ടിങ്ങിൻ്റെ മാനുവലായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന കമ്പനി കൊടുക്കാതെ നമ്മൾ കാർ കേസിൻ്റെ സൈഡൊക്കെ ഒട്ടിക്കുമല്ലോ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ആ ബെഡിൻ്റെ അടിയിലൊക്കെ കറക്റ്റായിട്ട് മാസ്കിൻ ടൈപ്പൊക്കെ ഒട്ടിച്ചിട്ട് സ്ക്രാച്ച് വരാത്ത രീതിയിൽ, അതിങ്ങനെ നിരക്കുമ്പോൾ സ്ക്രാച്ച് വരാത്ത രീതിയിൽ തന്നെ ഉപയോഗിക്കണം. കൂടുതലും പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പശ ഉപയോഗിക്കരുത്. നമുക്ക് ഇങ്ങനത്തെ പ്രോബോണ്ട് ആ വൈറ്റ് പശയില്ലേ അത് തന്നെ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വർക്കുകൾ നല്ല വൃത്തിയായിട്ട് വരും കേട്ടോ. ഒരുപാട് പേർക്ക് ഈ പ്രശ്നം വന്നിട്ടുണ്ട്.
ആരും പരസ്പരം ഷെയർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫെവിക്കോളിൻ്റെ ആയാലും നമ്മൾ ഒരു ക്ലബ്ബൊക്കെ ഉണ്ടാക്കിയിട്ട് പാലക്കാട് നമ്മൾ കാർപ്പൻറ്റേഴ്സ് എല്ലാവരും പരസ്പരം അങ്ങോട്ട് ഷെയർ ചെയ്യും. വാട്സപ്പ് ആണെങ്കിലും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ സംഭവിച്ചതിൻ്റെ കൊണ്ട് നമ്മൾ മറ്റുള്ളവർ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോട്ടിംഗ് ആണ് ഇതിന് മെയിൻ. നമുക്ക് വില കൂടുതൽ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ വില കൂടി വരുമ്പോൾ നല്ല പ്രൊഡക്റ്റുകൾ വരുമ്പോൾ അടിപൊളി കോട്ടിംഗ് ആയിരിക്കും അതിൻ്റെ ഇതിൽ. പക്ഷേ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലൊക്കെ ഒരു ക്ലയൻറ്റിന് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളത് എപ്പോഴും പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള പശകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം ഈ അതിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന പശ തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോഴേ നമ്മുടെ വർക്ക് എന്തായാലും നല്ല ഫിനിഷിങ്ങിൽ വരുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചിട്ട് ഷീറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഷീറ്റിൻ്റെ വില അറിയില്ല, 5000 രൂപയാണ്. പിന്നെ അതിൻ്റെ പണിക്കൂലി, പശ, എല്ലാ ചിലവും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 10,000 രൂപ നഷ്ടം വരും. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വലിയ എന്താ പറയുക ടെൻഷനില്ലാതെ വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അതായത് ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഓണർമാർ പിന്നെ ഒന്നും പറയില്ല, കാരണം അമ്മാതിരി ഫിനിഷിംഗ് ആയിരിക്കും. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഒരുമാതിരി സൈമൺസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു.